നമസ്കാരം. കരയണോ ചിരിക്കണോ എന്നറിയില്ല. വെറുതെ ഒന്ന് ചിരിച്ചു നോക്കാം, ഒന്ന് കൂടെ പോരും. ഒരാൾ നന്നായാൽ, ഒരു പാർട്ടി നന്നായാൽ ഇത്രയധികം നന്നാവുമോ? നന്നാവും എന്ന് തന്നെയാണ് കണക്ക്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി നന്നായിരിക്കുന്നു എന്നാണ് പറയുന്നത്. തൃണമൂൽ കോൺഗ്രസ് നന്നായിരിക്കുന്നു എന്നാണ് പറയുന്നത്. കാര്യം മറ്റൊന്നുമല്ല, സർക്കാർ പദ്ധതികളിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി തൃണമൂൽ കോൺഗ്രസിന്റെ MLA-മാരും നേതാക്കന്മാരും ജനങ്ങളിൽ നിന്ന് കൈപ്പറ്റിയ കൈക്കൂലി തിരിച്ചു നൽകുന്നു. വെറുതെ രഹസ്യമായി തിരിച്ചു നൽകുകയല്ല, മൈക്ക് അനൗൺസ്മെന്റ് നടത്തി ജനങ്ങളെ ഒരിടത്ത് കൂട്ടി തിരിച്ചു നൽകുന്നു. ഇത്ര വലിയ നന്നാവൽ സ്വപ്നങ്ങളിൽ പോലുമില്ല. ഗ്രാമീണരോടും വ്യാപാരികളോടും വാങ്ങിയ കൈക്കൂലി പണമാണ് നേതാക്കൾ തിരിച്ചു നൽകുന്നത്. ഇപ്പോൾ ഭരണം മാറിയപ്പോൾ ജനങ്ങൾ നേരിട്ടെത്തി ചോദിച്ചു തുടങ്ങി. കാര്യം നടന്നില്ലല്ലോ, പണം തരൂ. കൈപ്പറ്റിയ കൈക്കൂലി തിരിച്ചു തരിക. നിവർത്തിയില്ലാതെ തിരിച്ചു കൊടുക്കാൻ തുടങ്ങി. അതിന് കാരണം മറ്റൊന്നുമല്ല, തൃണമൂലിലെ നേതാക്കന്മാർ മമതാ ബാനർജിയുടെ അനന്തരവൻ അഭിഷേക് ബാനർജി ഉൾപ്പെടെ നടു റോഡിൽ തല്ലുകൊള്ളുന്ന അവസ്ഥയായപ്പോൾ ജനങ്ങൾ ആവശ്യപ്പെട്ട പണം തിരിച്ചു നൽകാതിരിക്കാൻ നിവർത്തിയില്ലാതായി. അങ്ങനെ ആ പണം തിരികെ നൽകാൻ തയ്യാറാകുന്നു. മൈക്ക് അനൗൺസ്മെന്റ് നടത്തി ജനങ്ങളെ കൂട്ടി തിരിച്ചു നൽകുന്നു. പശ്ചിമ ബംഗാളിലെ കുച്ച്ബിഹാർ ജില്ലയിലാണ് തൃണമൂൽ നേതാക്കളും ഗുണ്ടകളും ചേർന്ന് പിരിച്ചെടുത്ത പണം തിരിച്ചു നൽകാൻ തയ്യാറായത്. അവിടെ പച്ചാഹട്ട് സ്കൂൾ മൈതാനത്തിൽ ആളുകളെ വിളിച്ചുകൂട്ടി പണം തിരികെ നൽകുകയായിരുന്നു. കമ്മീഷന്റെ പേരിലും പ്രശ്നപരിഹാരത്തിനുള്ള വിഹിതവുമായി നാട്ടുകാരിൽ നിന്ന് പിരിച്ചിരുന്നത് വൻ തുകയാണ്. വീട് നിർമ്മാണത്തിന് ലഭിക്കുന്ന 4 ലക്ഷം രൂപയിൽ നിന്ന് കമ്മീഷൻ വാങ്ങിയിരുന്നു. 14 പേർക്കാണ് വീട് നിർമ്മാണത്തിന്റെ കമ്മീഷൻ തിരിച്ചു കിട്ടിയത്. ഗുഗുമാരി എന്ന സ്ഥലത്ത് അനൗൺസ്മെന്റ് നടക്കുകയാണ്. തിരികെ വരൂ, ഞങ്ങൾ പറ്റിയ കൈക്കൂലി തിരികെ തരാം, ഞങ്ങളെ തല്ലരുതേ എന്ന അർത്ഥത്തിൽ. വീട് നിർമ്മാണത്തിന് കൈപ്പറ്റിയിരുന്നത് 15,000 മുതൽ 20,000 രൂപ വരെയായിരുന്നു കമ്മീഷൻ അഥവാ കൈക്കൂലി. ആ പണം കൈപ്പറ്റിയ പഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടിലേക്ക് വരാനായിരുന്നു അനൗൺസ്മെന്റ്. ജനം എത്തിത്തുടങ്ങി, പണം നൽകി തുടങ്ങി. 2021 തൃണമൂൽ വീണ്ടും ജയിച്ച് കയറിയപ്പോൾ, തുടർ ഭരണം ലഭിച്ചപ്പോഴാണ് കട്മണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ സമ്പ്രദായം തുടങ്ങിയത്. ഭവന നിർമ്മാണ പദ്ധതിക്ക് ആദ്യ ഗഡു കിട്ടുമ്പോൾ തന്നെ കൈക്കൂലി പണം നൽകണമായിരുന്നു നേതാക്കൾക്കും ഗുണ്ടകൾക്കും, അല്ലെങ്കിൽ ബാക്കി പണം ലഭിക്കില്ല. അതുപോലെ ഒരു വസ്തു വിൽക്കണമെങ്കിൽ, ഒരു വസ്തു വാങ്ങണമെങ്കിൽ കട്മണി എന്ന പേരിൽ ഗുണ്ടാപ്പിരിവ് നൽകണമായിരുന്നു തൃണമൂൽ നേതാക്കൾക്ക്. അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് കൃത്യമായി ആഴ്ചതോറും അല്ലെങ്കിൽ മാസം തോറും ആ ഗുണ്ടാപ്പിരിവ് തൃണമൂൽ കൈപ്പറ്റിയിരുന്നു. ഇപ്പോൾ ഭരണം പോയപ്പോൾ ജനം തിരിച്ചടിച്ചു തുടങ്ങി. അടി കിട്ടാതിരിക്കാൻ പണം തിരിച്ചു നൽകി തുടങ്ങി. ഒപ്പം തന്നെ ജനങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്കും എത്തുന്നു സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ച് പരാതി നൽകാൻ. കൗൺസിലർമാർ ഉൾപ്പെടെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കൾ അറസ്റ്റിലായി തുടങ്ങി. ഇതിൽ നിന്നൊക്കെ ഒഴിവാകാനാണ് ഇപ്പോൾ കൈക്കൂലി പണം തിരികെ നൽകാൻ തുടങ്ങിയത്. ഇതോടൊപ്പം തന്നെ മമതയുടെ ഏകാധിപത്യത്തിന് തിരശ്ശീല വീഴുകയാണ്. ഈ ഗുണ്ടാ നേതാക്കളെ ജനങ്ങൾ ആക്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിച്ച പണം തിരികെ ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ തൃണമൂൽ നേതാക്കളെ ആക്രമിക്കുന്നു എന്ന പേരിൽ മമത ഒരു ധർണ സംഘടിപ്പിച്ചിരുന്നു. ധർണയ്ക്കെത്തിയത് വളരെ കുറച്ച് നേതാക്കളും MLA-മാരും MP-മാരുമാണ്. പൊട്ടിത്തെറിയുടെ വക്കിലെത്തി നിൽക്കുകയാണ് മമതാ ബാനർജി. കാരണം മമത വിളിക്കുന്ന യോഗങ്ങളിൽ നിന്ന് അംഗങ്ങൾ വിട്ടുനിൽക്കുന്നു. MP-മാരിൽ വെറും 8 പേർ മാത്രമാണ് മമത വിളിച്ച യോഗങ്ങളിൽ പങ്കെടുത്തത്. അതുപോലെ കഴിഞ്ഞ ദിവസം മമത നടത്തിയ ധർണയിൽ 80 MLA-മാരിൽ നിന്ന് വെറും 10 പേർ മാത്രമാണ് പങ്കെടുത്തത്. 20 പേർ കൂടെ ഉണ്ട് എന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്തായാലും 10 MLA-മാർ മാത്രമാണ് പങ്കെടുത്തത്. അതും പുതുമുഖങ്ങൾ ആരും തന്നെ അതിൽ പങ്കെടുത്തിട്ടില്ല. മുതിർന്ന നേതാക്കളിൽ 10 പേർ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. മമതയുടെ നേതൃത്വം ചോദ്യം ചെയ്യപ്പെടുകയാണ്. TMC പിളർപ്പിന്റെ വക്കിലാണ്. അനധികൃതമായി കുടിയേറിയ ബംഗ്ലാദേശികളെ പുറത്താക്കുന്നതോടുകൂടി മമതയുടെ വോട്ട് ബാങ്കിനും കാര്യമായ ചോർച്ച സംഭവിക്കുകയാണ്. എന്തായാലും പശ്ചിമ ബംഗാളിൽ അടിമത്തത്തിനെതിരെ
അല്ലെങ്കിൽ ഏകാധിപത്യത്തിനെതിരെ ജനങ്ങൾ ഒന്നിച്ചിരിക്കുന്നു. ഈ ഒന്നിക്കൽ മമതയുടെ സമ്പൂർണ്ണ തകർച്ചയായി മാറുകയാണ്. എന്നും ജനാധിപത്യം തന്നെയാണ് വലുത്, ജനങ്ങൾ തന്നെയാണ് വലുത്. കുറച്ചു കാലം ജനങ്ങളെല്ലാം സഹിച്ചെന്ന് വരും, പക്ഷേ എല്ലാ കാലവും സഹിക്കില്ല. അവർ തൂത്തെറിയുക തന്നെ ചെയ്യും ഏത് ദുഷ്പ്രഭുത്വത്തെയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.